രാജ്യത്തിന് അഭിമാനകരമായ മറ്റൊരു ദൗത്യം ഇന്ന് വിജയകരമായി പൂർത്തിയാക്കി. ആ വാർത്തയിലേക്കാണ്. അഗ്നി പ്രൈം മിസൈലിന്റെ വിക്ഷേപണം വിജയകരം. ഭാരതം രൂപകൽപ്പന ചെയ്ത റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത്. ചൈനയും പാകിസ്ഥാനും കടന്നെത്താവുന്ന അത്രയും ശേഷിയുള്ളതാണ് ഈ മിസൈൽ. ഓടുന്ന ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ കോച്ചിൽ നിന്നുമാണ് അഗ്നി പ്രൈം മിസൈലിന്റെ വിക്ഷേപണം നടത്തിയത്. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിന് ചൈനയും പാകിസ്ഥാനും കടന്നെത്താൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്രത്യേകം തയ്യാറാക്കിയ റെയിൽവേ ശൃംഖലകളുടെ തയ്യാറെടുപ്പുകൾ ഒന്നുമില്ലാതെ തന്നെ മിസൈലിന് ലക്ഷ്യസ്ഥാനം ഭേദിക്കാൻ സാധിക്കും. DRDO ആണ് വിക്ഷേപണം നടത്തിയത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഈ സന്തോഷം എക്സിലൂടെ പങ്കുവച്ചത്. റെയിൽവേ പാളത്തിലൂടെ ചലിക്കുന്ന ലോഞ്ചറിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന കാനിസ്റ്ററൈസ്ഡ് വിക്ഷേപണ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇതോടെ ഭാരതവും ചുവടുവെച്ചു. DRDO കൂടാതെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡും വിജയകരമായ വിക്ഷേപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തദ്ദേശീയമായ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, ഉയർന്ന നിലവാരമുള്ള സാങ്കേതിക വിദ്യയോടുകൂടി ലോകത്തിന് മുന്നിൽ ഭാരതത്തെ മാറ്റാൻ കഴിയുന്ന വിധത്തിൽ അഗ്നി പ്രൈമിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. ട്രെയിനിൽ നിന്നും പാഞ്ഞ അഗ്നി മിസൈലിന് പ്രതിരോധ മേഖലയിൽ വമ്പൻ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. നാഷണൽ ഡെസ്ക്, ജനം.